വേനൽ ചൂടിനെ അതിജീവിച്ച് വീട്ടമ്മ നടത്തുന്ന ജൈവ കൃഷി പൂത്തുലയുന്നത് വിളവിന്റെ നൂറുമേനി. എടത്തനാട്ടുകര മുണ്ടക്കുന്നിലെ ചക്കംതൊടി ജമീലയാണ് വീടിന്റെ മട്ടുപ്പാവിലും മുറ്റത്തുമായി ജൈവകൃഷിയുടെ പുതുലോകം തീർക്കുന്നത്. ഉപ്പ് മാത്രം പുറമെ നിന്ന് വാങ്ങുകയും മറ്റുള്ള എല്ലാ വിഭവങ്ങളും തന്റെ തോട്ടത്തിൽ നിന്ന് തന്നെ ശേഖരിക്കുകയാണ് പതിവ്. ഉള്ളി, വെളുത്തുള്ളി, കഫ്സിക്ക, തക്കാളി, കോളിഫ്ലവർ, നെല്ല്, മല്ലിച്ചപ്പ്, പുതിന, ബീൻസ്, കക്കരിക്ക, പീച്ചയ്ക്ക, വെണ്ട, മുരിങ്ങക്കായ, കൈതച്ചക്ക, ചെറുനാരങ്ങ, വഴുതന, മുളക്, ചോളം, ചീര തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും വീടിന്റെ മട്ടുപ്പോലാണ് കൃഷി ചെയ്യുന്നത്. മുന്തിരി, ആപ്പിൾ, സ്ട്രോബെറി, ഓറഞ്ച്, മുസമ്പി, പേരയ്ക്ക, അന്യസംസ്ഥാനങ്ങളിലെ പപ്പായ, വിവിധയിനം വാഴ എന്നിവയും ഇവരുടെ കൃഷിയിടത്തിലുണ്ട്. തഴുതാമ, കുറ്റിക്കുരുമുളക്, ആര്യവേപ്പ്, കച്ചോലം, ജാതിക്ക, മുള്ളൻചക്ക, ശംഖുപുഷ്പം, ചിറ്റാമൃത്, വിവിധയിനം തുളസികൾ, തുമ്പ, ചെറുള, ഉത്തിരിച്ചുണ്ട, സർപ്പഗന്ധി, രാമച്ചം, ഇടിങ്ങാൽ, ശതാവരി, ഓരില, എരിക്ക്, കീഴാർനെല്ലി, കാട്ടുതീപ്പലി, മുയൽച്ചെടി തുടങ്ങി നിരവധി ഔഷധച്ചെടികളും നട്ടുവളർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, അത് ആവണുള്ളൂ. അത് ഞാൻ ചെയ്തുങ്ങാണ്ട് വരുന്നുണ്ട്. പിന്നെ കൃഷിഭവനിൽ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും മോഹൻകുമാറും അൻവർ സാറുമായിട്ട് ഞങ്ങൾക്ക് എല്ലാതും ചെയ്ത് തരുന്നുണ്ട്. 3 ദിവസം എനിക്ക് മലമ്പുഴ ക്ലാസ് കിട്ടി, ജൈവ പച്ചക്കറിൻ്റെ. അതൊക്കെ എനിക്ക് വളരെ ഉപകാരപ്പെട്ടൊരു ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു ഇതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കും വേണം. നമ്മളെ നാട്ടിലുള്ള പച്ചക്കറികൾ നമ്മളെ അടുക്കളയിൽ വേസ്റ്റായിട്ട് വെള്ളം തൂക്കണ വെള്ളവും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളെ വീട്ടിൽ അത്യാവശ്യമുള്ളത് എല്ലാവർക്കും ഉണ്ടാക്കാൻ കുറച്ചെന്നേലും ഉണ്ടാക്കി നോക്കുക. ഈ വിഷടിച്ച പച്ചക്കറി തിന്നാതെ നമ്മൾ നല്ലതായിട്ടുള്ളത് തിന്നാനുള്ളൊരു മനസ്സെല്ലാവരും വെക്കുക. ചാണകം, പിണ്ണാക്ക്, വാഴപ്പഴം, ശർക്കര എന്നിവ ഉപയോഗിച്ചുള്ള ജൈവവളങ്ങളും മണ്ണിര കമ്പോസ്റ്റ് കൊണ്ടുള്ള വളങ്ങളും സ്വന്തമായി നിർമ്മിച്ചാണ് ഈ 43-കാരി ജൈവ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ചാണകം ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നതിന് മാട്, ആട്, കോഴി എന്നിവയും വളർത്തുന്നുണ്ട്. കടകളിൽ നിന്നും മറ്റും വരുന്ന പ്ലാസ്റ്റിക് കവറുകൾ നശിപ്പിക്കാതെ ആ കവറുകളിൽ മണ്ണും വളവും ഇട്ട് കൃഷിക്ക് സജ്ജമാക്കുകയാണ് ഈ വീട്ടമ്മ ചെയ്യുന്നത്. പലരും പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യുന്നതിനാൽ വീട്ടുമുറ്റത്തും പരിസരത്തും മാലിന്യ കൂമ്പാരങ്ങൾ ഒഴിവാക്കുന്നതും ഏറെ സന്തോഷകരമാണെന്ന് ഇവർ പറയുന്നു. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും ജൈവ പച്ചക്കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് 0 ബജറ്റിലാണ് കൂടുതലായിട്ട് ഞാൻ എടുക്കുന്നത്. വീട്ടിൽ വരുന്ന ഉറപ്പിൻ്റെ ഉറ പോലും ഞാൻ കളയാറില്ല. അതുപോലെ ഞാൻ മണ്ണിര കമ്പോസ്റ്റർ ഉണ്ടാക്കലാണ് ഈ ചപ്പും ചവറും ഇട്ടിട്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വരുന്നത്. പിന്നെ ഇതാർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അവനവൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഇപ്പം അല്ലാത്തതൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അതുണ്ടാവണമുണ്ട്. പിന്നെ നല്ല ഭക്ഷണം നമുക്ക് അതേപോലെ എടുക്കാണ്ട് കഴിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ ചപ്പും ചവറും നമുക്കിന്ന് വേസ്റ്റാണല്ലോ വളരെ ഒരു ബുദ്ധിമുട്ടായ കാര്യം. അപ്പോൾ ഈ വേസ്റ്റുകൾ ഇട്ടിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നത്. അപ്പം അതിന് എല്ലാതും ഉണ്ടാക്കണമുണ്ട്, ഉണ്ടാവണമുണ്ട്. അലക്ഷ്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം നിറച്ച് ചെടികൾക്ക് തുള്ളി തുള്ളിയായി നനയ്ക്കുന്നതിനാൽ വെള്ളം കുറച്ച് ഉപയോഗിക്കാൻ കഴിയും എന്ന പ്രത്യേകതയുമുണ്ട്. കീഴാറ്റൂരിലെ പരേതനായ കുരിക്കൽ കോയയുടെയും പാത്തുമ്മയുടെയും 6 മക്കളിൽ 4ാമത്തെ മകളാണ് ജമീല. ഇടത്തനാട്ടുകര മുണ്ടക്കുന്നിലെ ചക്കംതൊടി അബൂബക്കറാണ് ഭർത്താവ്. ജംഷാദ്, അഫ്സറത്ത്, ജംഷീല, സെരീസ എന്നിവർ മക്കളാണ്.